ഈ അടുത്ത കാലത്ത് ബോംബെ ഹൈക്കോടതിയിൽ ഒരു കേസ് വന്നു. അത് ആ സ്ഥാപനത്തിൻ്റെ പേര് ഇൻഫോടെക് എക്സിജൻസീസ് ലിമിറ്റഡ് എന്നുള്ളതാണ്. അതൊരു സ്ത്രീയുടെ കേസാണ്. അവിടെ വർക്ക് ചെയ്തിരുന്ന സ്മിത റോഷൻ പുജാരി എന്ന് പറയുന്ന ഒരു സ്ത്രീ. ആ സ്ത്രീക്ക് 68,000 രൂപ ശമ്പളം ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ അപ്പോയിൻമെൻറ്റ് ഓർഡർ അനുസരിച്ചിട്ട് അവർ 3 മാസത്തെ നോട്ടീസ് കൊടുത്തു. ഇവർ നോട്ടീസ് ഇടലും പിറ്റേ ദിവസം പോയി, അവിടെ നിന്ന് പോയി. അവർക്ക് വേറൊരു ജോലി കിട്ടി. പക്ഷേ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു, ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ പഴയ സ്ഥാപനത്തിലെ റിലീവിംഗ് ലെറ്റർ കൊണ്ടുവരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ ഫോർമാലിറ്റീസ് ഒന്നും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. റിസിഗ്നേഷൻ കൊണ്ട് ഇത് അങ്ങോട്ട് പോയി. അപ്പോൾ ഇവർ റിലീവിംഗ് ലെറ്റർ ചോദിച്ചിട്ട് വന്നപ്പോൾ ഇവർ പറഞ്ഞു, നിങ്ങൾ 3 മാസത്തെ നോട്ടീസ് തരണം, അല്ലെങ്കിൽ 3 മാസത്തെ പൈസ തരണം. അപ്പോൾ 3 മാസത്തെ പൈസ എന്ന് പറഞ്ഞാൽ 2,04,000 രൂപ. അത് നിങ്ങൾ തരൂ, ഞങ്ങൾ റിലീവിംഗ് ലെറ്റർ തരാം, അല്ലെങ്കിൽ തരാൻ പറ്റില്ല. അത് ബോംബെ ഹൈക്കോടതിയുടെ മുമ്പിലെത്തി. ബോംബെ ഹൈക്കോടതി പറഞ്ഞു, യെസ്, നിങ്ങൾ സ്വമേധ സമ്മതിച്ച ഒരു കണ്ടീഷനല്ലേ 3 മാസത്തെ നോട്ടീസ് അല്ലെങ്കിൽ 3 മാസം അത് നിങ്ങൾ കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. പക്ഷേ ഹൈക്കോടതി Great Leap, encouraging employment values.